ഈ പറയുന്ന സിവിലൈസേഷൻസ് എല്ലാം ഉണ്ടായ നദിയുടെ തീരത്താണ്. സിന്ധു നദിയുടെ സംസ്കാരവും പേർഷ്യൻ സംസ്കാരവും മെസപ്പൊട്ടാമിയ എല്ലാം എവറിത്തിങ് നദിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരിക്കുകയാണ്. നമുക്ക് ഇപ്പം ചൈന ഒരു ഭയങ്കര ഡാം ബ്രഹ്മപുത്ര നദിയിൽ പണിയാൻ പോവാം. അത് പണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മപുത്ര നദി നോർത്ത് ഈസ്റ്റിലോട്ട് വരുമല്ലോ. ആ വരുമ്പം വെള്ളം വളരെ കുറയും, നമ്മളുടെ ഡെൽറ്റയൊക്കെ ഇല്ലാതായി പോകും. ഭയങ്കര ഡെൽറ്റ റീജിയൻ ഉണ്ട് നമുക്ക്. അൾട്ടിമേറ്റ്ലി വെള്ളം ഇല്ലെങ്കിൽ മനുഷ്യരാശി ഇല്ലാതാവും, ജീവൻ തന്നെ ഇല്ലാതാവും. ഗ്ലേഷ്യറാണ് ഈ വെള്ളത്തിൻ്റെ എല്ലാ ആധാരം. അപ്പോൾ ഗ്ലേഷ്യർ മെൽറ്റിംഗ് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് മൂലം ഈ ഗ്ലേഷ്യർ മെൽറ്റിംഗ് വളരെ കൂടിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. അതിന് നമ്മളും കുറച്ച് ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. മനുഷ്യൻ്റെ എന്താ പറയുക, ഈ കൂടുതലായിട്ടുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ മൂലവും ഈ പുക, കാർബൺ ഡൈ ഓക്സൈഡ് മൂലവും കൂടുതലായിട്ട് ഐസ് മെൽറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മൗണ്ടനറിങ്ങിൻ്റെ ട്രെയിനിങ്ങിന് പോയത് നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടൻ ഉത്തരകാശിയിലാണ്. അപ്പോൾ അവിടെ നമുക്ക് ഗ്ലേഷ്യർ ട്രെയിനിങ്ങിന് നമ്മളെ കൊണ്ടുപോകും ഒരു സ്ഥലത്ത്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ഗ്ലേഷ്യർ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരുന്നത്. ഗ്ലേഷ്യർ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഗ്ലേഷ്യറിൽ കയറാനും ഇറങ്ങാനും അവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മളെ പഠിപ്പിക്കും. റിയൽ ആയിട്ട് മഞ്ഞ് കട്ടയിൽ കയറ്റി ഇറക്കുകയും ചെയ്യും. ഇപ്പം ആ ഗ്ലേഷ്യറിൽ നമ്മൾ എത്തണമെങ്കിൽ 2 മണിക്കൂർ നടക്കണം. അതിൻ്റെ അർത്ഥം എന്താ? 2 മണിക്കൂർ ഗ്ലേഷ്യർ പുറയിലേക്ക് റിസീഡ് ചെയ്തു. അത്രയും ഗ്ലേഷ്യർ എന്നേക്കുമായി ഇല്ലാതായി. ഈ ഗ്ലേഷ്യർ ഇല്ലാതായ പിന്നെ തിരിച്ചു വരത്തില്ല. ഇതൊരു പെർമനന്റ് ഡാമേജാണ്. അങ്ങനെ അൾട്ടിമേറ്റ്ലി നമ്മുടെ കുടിവെള്ള സ്രോതസ് നശിക്കുകയും മനുഷ്യരാശി ഇല്ലാതാവുകയും ചെയ്യും. കുടിവെള്ളം ഇല്ലെങ്കിൽ അവസാനം കഴിവുള്ളവന് മാത്രം കുടിവെള്ളം കിട്ടുകയും പാവങ്ങളൊക്കെ ഓരോ അസുഖം വന്ന് മരിക്കുകയും ചെയ്യും.